$200 വിറ്റിരിക്കുന്നു. ഇനി അടുത്ത് വിൽക്കാനുള്ളത് ഈ വിളക്കാണ്. ഇതിൽ വളരെ വ്യത്യസ്തമായ എലിമുദ്രയുള്ള ഒരു കല്ലുണ്ട്. ആർക്ക് വേണമെങ്കിലും ലേലം പിടിക്കാം. $100. ആദ്യമായി വിളിച്ചത് $100. 200. വളരെ നല്ല വിലയാണ്. ഇനി 250, 300, 350, 400, 500, 600, 700, 800, 900, $1000, $2000. എന്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ. ഈ കശുവണ്ടി കൊടുത്താൽ തരുവോ? ആവശ്യമുള്ളവർക്ക് വിളിക്കാം. $2000. 2 തരം, 3 തരം. എന്താണിത്? എന്റെ പണം ഞാൻ വീട്ടിൽ പോയിട്ട് ചെക്ക് എടുത്തോണ്ട് വരാം. ഇത് എന്തൊരു മാരണമാണ്. എന്റെ തൊപ്പി തരാൻ, എന്റെ തൊപ്പി ഇങ്ങോട്ട് തരാം. മര്യാദക്ക് എന്റെ തൊപ്പി തരാം. നശിച്ചല്ലോ. നമ്മളെ കുരുക്കിട്ട് യൂമാർ പറന്നു പോവുകയാണല്ലോ. എന്റെ ദേഹം മുഴുവൻ വലിച്ചിരിക്കുന്നത്. ഇത് ഞാൻ നിന്നോടാ ചോദിക്കേണ്ടത് ജൂലി. എന്തിനാ വീട്ടിലെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നത്? ജൂലി, എങ്ങനെയാണ് വീട് വൃത്തിയായി സൂക്ഷിക്കേണ്ടതെന്ന് നീ പഠിച്ചേ തീരൂ. ശരിയാ ജാക്കി, ഞാൻ ഈ വീട് ഇപ്പൊ തന്നെ ക്ലീൻ ആക്കാം. അതിനു വേണ്ടി എനിക്ക് എന്താ വാങ്ങി തരേണ്ടതെന്ന് അറിയോ? ഇതാണ് ടർബോട്രോൺ. ഇത് നിന്റെ അടുത്ത് ഒന്നും ഉണ്ടല്ലോ ജൂലി. ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഈ പാവക്കുട്ടി വളരെ ഇഷ്ടാ. എപ്പോ വേണമെങ്കിലും അടിപിടി കൂടാൻ ഇവന് നല്ല ധൈര്യാ. അതുകൊണ്ടാ പറയുന്നത്, പ്ലീസ് എനിക്കിത് വാങ്ങിത്താ ജാക്കി. ആദ്യം നീ ഈ സ്ഥലം വൃത്തിയാക്ക്, പിന്നീട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അയ്യോ, എന്തു പറ്റി? ടർബോട്രോളിനെ കണ്ടുപിടിക്കണം. നല്ല കാലം, ഒന്നും പൊട്ടിയില്ല. അയ്യോ ജാക്കി, പൊട്ടിത്തകരാൻ പോകുന്ന കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നിന്റെ കാലിലൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു പാവക്കുട്ടിയുടെ മേൽ ചവിട്ടിയതുകൊണ്ട് ഈ കാല് ഒടിഞ്ഞിരിക്കുന്നു. എന്തൊരു കോമഡിയാണിത്. പിള്ളേര് കളി പോലെ ഉണ്ടല്ലോ ജാക്കി. എല്ലാത്തിനും കാരണക്കാരൻ നീ ഞാനാ. വിഷമിക്കണ്ട, ജാക്കിക്ക് ഭയങ്കര ശക്തിയാ. അവൻ ഉടനെ സുഖമാവുന്നു. അപകടം സംഭവിക്കുന്നത് സാധാരണ ജോലി. പക്ഷെ ഇനിയെങ്കിലും വീട് വൃത്തിയായിട്ട് വെക്കാൻ പഠിക്കണം. ഇനി ഒരിക്കലും ഞാൻ വീട് വൃത്തികേടാക്കില്ല, എന്നെ വിശ്വസിക്കുക. ഇപ്പൊ വീട് എങ്ങനെയുണ്ട്? എന്റെ കാല് ഒടിഞ്ഞ ശേഷം നിനക്ക് ബുദ്ധി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ മാന്ത്രികക്കല്ല് കാരണമായിരിക്കാം എന്റെ കാല് ഒടിഞ്ഞത്. അതുകൊണ്ട്